നമസ്കാരം. ഇന്ന് നാട്ടുവഴിയിൽ നമ്മോടൊപ്പം ഒരു വിശിഷ്ടനായ അതിഥിയുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ അതിൻ്റെ മൂർധന്യത്തിലെത്തിയിരിക്കുകയാണ്. UDFിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ VA അബ്ദുൽ കരീമാണ് ഇന്ന് നമ്മോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നാട്ടുവഴിയിൽ നമ്മോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ശ്രീ VA അബ്ദുൽ കരീം കോൺഗ്രസിൻ്റെ മുൻ മാള ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹവുമായി അല്പനേരം എന്തായി ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ? ഇലക്ഷൻ നമ്മുടെ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടാണ് ഇന്ന് ശ്രീമാൻ KP ധനപാലൻ കൊടുങ്ങല്ലൂർ UDF സ്ഥാനാർത്ഥിയായി നോമിനേഷൻ നൽകിയിട്ടുള്ളത്. താങ്കൾ കുറേ ഇലക്ഷൻ നടത്തിയ ഒരാളാണല്ലോ. അല്പം ലീഡറുടെ കാലം മുതൽ ഇലക്ഷൻ കാര്യങ്ങളുമായിട്ട് ഇലക്ഷൻ നടത്തിയ ഒരു പരിചയമുണ്ട്. കാലം മാറുമ്പോൾ ഇലക്ഷനിൽ കോൺഗ്രസ്സിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ലീഡറുടെ കാലത്തുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ്. ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ മാറി പുതുമുഖങ്ങൾ വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ മട്ടും രൂപമൊക്കെ മാറി. എന്തായാലും കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ലീഡറുടെ കാലത്തെ പഴയ മാള ഉൾപ്പെടുന്ന ഒരു നിയോജക മണ്ഡലമാണ് ഇന്നത്തെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം. തീർച്ചയായും ലീഡറുടെ കാലത്തുള്ള മാളയുടെ 6 പഞ്ചായത്താണ് കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി മാത്രമാണ് ഇപ്പോൾ ഈ നിയോജകമണ്ഡലത്തിൽ പുതിയതായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയങ്ങൾ നിശ്ചയിക്കുന്നത് പഴയ മാള നിയോജകമണ്ഡലം തന്നെയാകുമെന്നുള്ളത് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തെ സംബന്ധിച്ചിടത്തോളം UDFന് തീർച്ചയായും വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ ലീഡറുടെ തട്ടക്കാണല്ലോ മാള. ഇപ്പോൾ ഈ കൊടുങ്ങല്ലൂർ ഉൾപ്പെടുന്ന മാള, ഈ മാളയിലിപ്പോൾ അല്പകാലങ്ങളായി കഴിഞ്ഞ ടൈമിലും ഈ ടൈമിലും ഒരു ലീഡറുടെ കോൺഗ്രസ്സിൽ പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഗ്രൂപ്പുകാരല്ല, പഴയ വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ലീഡറുടെ തട്ടകം എന്നൊക്കെ പറയാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. ലീഡറുടെ കാലത്തുള്ള കോൺഗ്രസ് പ്രവർത്തകന്മാരായ ആളുകളാണ് ഇന്നും പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളത്. കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിൽ ഗ്രൂപ്പിനെ നയിക്കുന്നവർ പ്രത്യേകിച്ചും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളത് എല്ലാ പഞ്ചായത്തുകളിലും ഗ്രൂപ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ, ഗ്രൂപ്പിൻ്റെ നിയോജകമണ്ഡലം ഭാരവാഹികൾ, UDF നേതാക്കളൊക്കെ ഗ്രൂപ്പിൻ്റെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നേതൃത്വത്തിലുള്ളത് ഗ്രൂപ്പിൻ്റെ ലീഡറുടെ കാലത്തുള്ള ഗ്രൂപ്പിൻ്റെ നേതാക്കന്മാർ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയം കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. എന്തായാലും വലിയ കോൺഫിഡൻസിലാണ് കരീം. കാരണം എപ്പോഴും പറയുമ്പോൾ ഏത് വാക്കെടുത്ത് പറഞ്ഞാലും കോൺഗ്രസ് വിജയിക്കും. വലിയൊരു പ്രതീക്ഷയാണോ ഇത്, കോൺഗ്രസ് വിജയിക്കും എന്നുള്ളത്? കാരണം ഞാൻ ഈ ചോദിക്കാൻ കാരണം കോൺഗ്രസ് വിജയിക്കണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം എനിക്ക് മനസ്സിലാവും. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, കോൺഗ്രസ്സിൽ പല പഞ്ചായത്തിലും പലതരമായ അനൈക്യങ്ങൾ, നേരത്തെ പറഞ്ഞ ഗ്രൂപ്പിസത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇത് കോൺഗ്രസ്സാണ് പാർട്ടി, ആ പാർട്ടിയിൽ അനൈക്യങ്ങളെ കൊണ്ട് സാധാരണമാണ്. പക്ഷേ ഇത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ അനൈക്യം അതിനെ പ്രതികൂലമായി ബാധിക്കില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. തിരുതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല പഞ്ചായത്തുകളിലും ഉണ്ടായ ചില അപശബ്ദങ്ങളുണ്ട്, അത് ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതൊക്കെ ഈ തിരഞ്ഞെടുപ്പിൽ അതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു ഇതിനകം. അപ്പോൾ പുത്തഞ്ചിറ പഞ്ചായത്തായാലും പൊയ്യ പഞ്ചായത്തായാലും പിന്നെ മാള പഞ്ചായത്താണെങ്കിലും അതൊക്കെ എല്ലാവരും ഒരുമിച്ചിരുത്തി ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി ഒരു തിരഞ്ഞെടുപ്പിൻ്റെ വക്കത്ത് നിൽക്കുമ്പോൾ UDFൻ്റെ വിജയം ലക്ഷ്യമാക്കി എല്ലാവരും ഒന്നിക്കണമെന്നുള്ള ഒരു ധാരണ പൊതുവെ എല്ലാവരിലും ഉണ്ടായതിൻ്റെ ഫലമായി കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് എല്ലാ പഞ്ചായത്തുകളിലും കൺവെൻഷനുകൾ, ബൂത്ത് തല കൺവെൻഷനുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള അപശബ്ദങ്ങളെ മാറ്റി ഒന്നിച്ച് നീങ്ങാനുള്ള ഒരു തീരുമാനം എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ട്. അതുതന്നെയാണ് നമുക്കുള്ള ഇന്നിപ്പോൾ കാണുന്ന ഈ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഈ താൽക്കാലിക വെടിനിർത്തൽ എത്ര കാലം, ഈ ഇലക്ഷനിൽ എത്ര കാലം? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിജയമാണ് ലക്ഷ്യം. അതിൽ കുറഞ്ഞൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വിജയമാണ്. LDFോ അതല്ലെങ്കിൽ വർഗീയ ശക്തികളോ വിജയിക്കാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ് അണികളെ UDF അണികളെ ഒന്നിച്ച് നിർത്തുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഒരു അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ മറ്റെല്ലാം മറന്നുകൊണ്ട് ഇന്ത്യയിലും കേരളത്തിലും മതേതര ശക്തികളുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് UDF ഒരിക്കൽ കൂടി കേരളത്തിൽ അധികാരത്തിൽ തുടർന്നു വരിക എന്നുള്ള ലക്ഷ്യം കണ്ടുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു പോകണമെന്നുള്ള ഒരു മെസ്സേജാണ്. ഈ മതേതര ശക്തികളും അതുപോലെ തന്നെ
ഈ ജനാധിപത്യ ശക്തികളുടെയും ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് ഇപ്പോൾ കോൺഗ്രസ്സിലിപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അത് കൂടുതൽ കോൺഗ്രസിനോട് അടുക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അതോ പ്രധാന ഭൂരിപക്ഷ സമുദായങ്ങൾ കോൺഗ്രസിൽ നിന്ന് അകന്നു പോകുന്നു എന്നും തോന്നിയിട്ടുണ്ടോ? ഇത് ഞാൻ ചോദിക്കാൻ കാരണം പൊതുവെ പറയുമ്പോൾ ഇത് ഉമ്മൻചാണ്ടിയുടെ പാർട്ടി, KM മാണിയുടെ പാർട്ടി, കുഞ്ഞാലിക്കുട്ടിയുടെ പാർട്ടി, അങ്ങനെ ഒരു ടോക്ക് ഹിന്ദു വിഭാഗങ്ങളിൽ ഒരു അലോസരം ഉണ്ടാക്കുന്നുണ്ടോ? ഒരു രാഷ്ട്രീയ നേതാവ് നിലയ്ക്ക് താങ്കളുടെ ഒരു കാഴ്ചപ്പാട്? ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ അല്ലെങ്കിൽ ധാരണകളൊക്കെ ചില കോൺഗ്രസിനെയും UDFിൻ്റെയും ശത്രുക്കൾ സൃഷ്ടിച്ചെടുക്കുന്നതാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് കോൺഗ്രസ്. KPCC പ്രസിഡന്റ് ശ്രീമാൻ VM സുധീരനാണ്. അതുപോലെ എല്ലാ വിഭാഗം നേതാക്കളും കോൺഗ്രസ്സിനുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ തന്നെ CN ബാലകൃഷ്ണനാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവ്. അപ്പോൾ കോൺഗ്രസ് ന്യൂനപക്ഷങ്ങളിലെ മാത്രം കൈകളിൽ പോകുന്നു എന്നുള്ളതിന് അടിസ്ഥാനമില്ല എന്നുള്ള തെളിവാണ് ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ എല്ലാവരും NSS, SNDP, അതല്ലെങ്കിൽ എല്ലാ വിഭാഗം ആളുകളും കോൺഗ്രസ്സിലുണ്ട്. ഒരു മതേതര പാർട്ടി എന്ന നിലയിൽ എല്ലാവരെയും ഒന്നിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറിച്ചുള്ള ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. ഈ അടിസ്ഥാനരഹിതമാണെന്ന് പറയുമ്പോഴും ഈ BDJS പോലുള്ളൊരു പാർട്ടികളൊക്കെ വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇന്നലകളിൽ വരെ. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് UDFിനാണ് അതിൻ്റെ കോട്ടം സംഭവിച്ചത്. UDF പ്രചരിപ്പിച്ചത് LDFിൻ്റെ വോട്ടുകളാണ് BDJS അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ പാർട്ടി കൊണ്ടുപോകുക എന്നാണ്. നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂരിൽ ഒരു BDJSൻ്റെ സ്ഥാനാർത്ഥി ഉണ്ട്. അവരുടെ വോട്ട് ആര് പിടിക്കും, അതെങ്ങനെ പോകും, ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടോ നിങ്ങളൊക്കെ? തീർച്ചയായും നടത്തിയിട്ടുണ്ട്. SNDP പോലുള്ള ഒരു മഹത്തായ സംഘടന ഒരിക്കലും ഈ രാജ്യത്തെ വർഗീയത വളർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. BDJS ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മറച്ചു വയ്ക്കുന്നില്ല. ശരിയായിട്ടുള്ള SNDPക്കാർ, അതായത് ശ്രീനാരായണ ഗുരു ഭക്തർ, ശ്രീനാരായണീയർ, അത് ഒരു മതേതര കൂട്ടായ്മയ്ക്ക് സഹായം നൽകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. BDJS ഇപ്പോൾ BJPയുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് എന്തെങ്കിലും ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് UDFിനെ ഇവിടെ കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിൽ ബാധിക്കാൻ പോകുന്നില്ല. യഥാർത്ഥ ശ്രീനാരായണീയർ കോൺഗ്രസിനെ സഹായിക്കുകയും UDFിനെ ശക്തിപ്പെടുത്താനുമായിട്ടുള്ള നടപടികളുമാണ് അവരെടുത്തിട്ടുള്ളത്. അല്ലാത്തവർ, ശ്രീനാരായണ ഭക്തരല്ലാത്തവരാണ് ഈ പേരിൽ കോൺഗ്രസിനെതിരായി അല്ലെങ്കിൽ UDFിനെതിരായിട്ട് തിരിഞ്ഞിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ താങ്കൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, വെള്ളാങ്കല്ലൂർ പോലെയുള്ള ഒരു പഞ്ചായത്തിലൊക്കെ കോൺഗ്രസിൻ്റെ ഉന്നതരായ അനീഷ് P കടവിലിനെ പോലുള്ള നേതാക്കൾ, കോൺഗ്രസിൻ്റെ ശക്തരായ താങ്കളെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ആൾ കൂടെ ആയിരുന്നു, അവരൊക്കെ BDJSലേക്ക് പോയി. അത് കോൺഗ്രസിനൊരു ക്ഷീണമല്ലേ ഇതൊക്കെ? അനീഷ് P കടവിൽ കോൺഗ്രസ്സുകാരനായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിൻ്റെ ശക്തനായ വക്താവായിരുന്നു അദ്ദേഹം. എന്തോ തെറ്റിദ്ധാരണ മൂലം BDJSൽ പോയിട്ടുണ്ട്. അത് ദൗർഭാഗ്യകരം തന്നെ. പക്ഷേ അതുകൊണ്ട് BDJSൻ്റെ നയവും നേതൃത്വവും ശരിയാണ് എന്ന് പറയാൻ സാധ്യമല്ല. അവർക്ക് ചില തെറ്റിദ്ധാരണയുടെ പുറത്ത്, അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ താൽക്കാലികമായ വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലുണ്ടായിട്ടുള്ള ചില എന്തെങ്കിലും അടിസ്ഥാനത്തിലുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് മാത്രമാണ് അനീഷിനെ പോലുള്ള ആളുകൾ കോൺഗ്രസ് തകർന്നു പോയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദേശീയ രംഗത്തെ കോൺഗ്രസ് നേതാക്കളോടോ കോൺഗ്രസിനോടോ അനീഷിന് യാതൊരു വിധത്തിലുള്ള വിരോധമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ മാറി നിൽക്കുന്ന ആളുകൾ, എന്തോ തെറ്റിദ്ധാരണ മൂലം കോൺഗ്രസിൽ നിന്ന് അകന്നു പോകുന്ന ആളുകൾ, ഇവരെയൊക്കെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ എന്താ ഒരു പുതിയ നേതൃത്വത്തിന് കഴിയാത്തത്? നിങ്ങളുടെയൊക്കെ പരാജയമല്ലേ അത്? തീർച്ചയായും ഞങ്ങൾ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനീഷ് P കടവിലിനെ പോലുള്ള ആളുകൾ കോൺഗ്രസ്സിൽ ആവശ്യമാണ്, UDFിൽ ആവശ്യമാണ്. അവരുടെ ആ തെറ്റിദ്ധാരണകൾ മാറ്റി കോൺഗ്രസിനോട് അടുപ്പിച്ച് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് UDFിൻ്റെ ഇവിടുത്തെ നേതൃത്വത്തിൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം അനീഷ് P കടവിൽ മനസ്സിലാക്കി ഞങ്ങളുടെ ഭാഗത്ത് ചെയ്യേണ്ട അല്ല, ആഗ്രഹം അതാണ്. പക്ഷേ ഇതാര് മുൻകൈ എടുക്കും? പൂച്ചക്കാരും മണി കെട്ടും. അത് മുൻകൈ എടുക്കാൻ ശ്രമിക്കും. ഞങ്ങൾ മുൻകൈ എടുക്കും. നിങ്ങൾ താൽക്കാലികമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മതി, എല്ലാം സംസാരിച്ച് ഞങ്ങളെല്ലാം ഒരു തീർപ്പാക്കി എന്ന് പറയുമ്പോഴും ഇതെവിടെ എത്തിയിട്ടില്ല എന്നുള്ളതല്ല സത്യം. അത് ഇനിയുള്ള ദിവസങ്ങളിൽ അനീഷ് P കടവിലെ പോലെ ആളുകളൊക്കെ ഇത് മനസ്സിലാക്കി UDFുമായി അടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അത് അനീഷിൻ്റെ കാര്യം നമുക്ക് അനീഷിനോട് ചോദിക്കാം. ഇനിയിപ്പോൾ എന്താ, നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ മുൻ MLA ശ്രീ TN പ്രതാപൻ, അദ്ദേഹം ഒരു നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെച്ചു എന്നാണ് അവകാശവാദം. ഈ വികസനത്തിന് വോട്ടുണ്ടോ ശരിക്കും? തീർച്ചയായും വോട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ സ്റ്റേഡിയം, K കരുണാകരൻ്റെ നാമധേയത്തിലുള്ള ഈ സ്റ്റേഡിയം എത്രയോ കോടി രൂപ മുടക്കിയതാണ്. അതുപോലെ 85 കോടി രൂപ മുടക്കിയിട്ടുള്ള ജലനിധി, കുടിവെള്ളത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുമ്പോൾ ജൂൺ മാസത്തിൽ കമ്മീഷൻ ചെയ്യുകയാണ്.
സുലഭമായി നല്ല വെള്ളം കിട്ടുന്ന കുടിക്കാൻ വെള്ളം നൽകുന്ന ആ സ്കീം എത്രയോ ഏതാണ്ട് 450-500 കോടി രൂപ മുടക്കിക്കൊണ്ട് ഈ നിയോജകമണ്ഡലത്തിൽ വേഗമായ വികസന പദ്ധതി നടപ്പിലാക്കിയത് അത് തീർച്ചയായും വോട്ടായിട്ട് മാറും എന്ന് തന്നെ ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ജലനിധിയൊക്കെ ഇന്നലെ വരെ കുടിവെള്ളം ഒരാളുടെ അവകാശമായിരുന്നുവെങ്കിൽ നാളെ മുതൽ അതിന് പണം കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ്. അതാണ് MLA ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ആക്ഷേപം. അതിന് നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. ഞാൻ വി അബ്ദുൽ കരീമിനോടല്ല ചോദിക്കുന്നത്. കാരണം വെച്ചാൽ എന്തുകൊണ്ട് അതുപോലൊരു പ്ലാൻ വരുന്നു, അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതല്ല. നേരിട്ടുകൊണ്ടിരിക്കുന്ന രൂക്ഷമായ ഒരു വരൾച്ചയാണ് കേരളത്തിൽ മൊത്തത്തിൽ. ഇത് നേരിടാനായിട്ട് ഒരു മാന്ത്രിക വിദ്യയൊന്നുമില്ല. ഇത് ഒരു പരീക്ഷണം എന്ന നിലയിൽ കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട നിയോജകമണ്ഡലങ്ങൾ മാത്രമാണ് ഈ ജലനിധി പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. അല്ല, എൻ്റെ ചോദ്യം ഇതായിരുന്നു. കാരണം MLA അങ്ങനെ ഒരു ജലനിധി പ്ലാൻ ചെയ്തു. ആ പ്ലാൻ ചെയ്തത് ഇന്ന് ജനങ്ങൾ ഇപ്പോൾ കുടിവെള്ളവും ഇല്ല, പൊതു ടാപ്പുകൾ കുറേ എടുത്തും കളഞ്ഞു, ആകെ പരിഭ്രാന്തരായി. പറഞ്ഞു വരുമ്പോൾ ജൂണിൽ കമ്മീഷൻ ചെയ്യും എന്നൊക്കെ. ജൂണിൽ നല്ല മഴയാണ് സാർ. ആ ജൂണിൽ മഴ കിട്ടി, ആ മഴയുടെ സീസണിൽ ഒരുപാട് വെള്ളം വന്നിട്ട് ഇവിടെ പബ്ലിക്കിന് പ്രയോജനമില്ല. അപ്പോഴേക്കും എല്ലാ മാസവും കറണ്ട് ബില്ല് കെട്ടുന്നത് പോലെ ആളുകൾ ഇതിൻ്റെ പൈസ കെട്ടിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഓൾറെഡി ആളുകൾ പൈസ പഞ്ചായത്തുകളിലേക്ക് അടച്ചു കഴിഞ്ഞു. എൻ്റെ ചോദ്യം ഇതാണ്, MLA TN പ്രതാപൻ വികസനം എന്ന പേരിൽ തുടങ്ങി വെച്ച ഈ പല പദ്ധതികളും ജനങ്ങൾക്കൊരു വിനാശകര ആകുകയും ഇതിൻ്റെ പാപഭാരം നിങ്ങളെപ്പോലുള്ള കോൺഗ്രസ് ഏറ്റെടുക്കുകയും ചെയ്യേണ്ട ഒരു ദുരവസ്ഥയല്ലേ സാർ ഇവിടെ ഉള്ളത്? അതെ, ശരിയല്ല. കാരണം 5 കൊല്ലം മുമ്പ് ഇവിടെ വെള്ളത്തിൻ്റെ സ്ഥിതി എന്താ? കുടിവെള്ളം ഈ ഇതുപോലുള്ള വരൾച്ചയിൽ ഒരു 10-15 ദിവസം കൂടുമ്പോഴാണ് ടാപ്പിൽ വെള്ളം വന്നുകൊണ്ടിരുന്നത്. ഈ വെള്ളപ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ ഇങ്ങനെ വന്നാൽ? ഇപ്പം ഇത് അതാണോ സ്ഥിതി ചെയ്യുന്നത്? അത്തരമൊരു രൂക്ഷമായ വരൾച്ച ഇന്ന് നേരിടുന്നുണ്ടോ? കുടിവെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ട് ഇവിടെ അനുഭവിക്കുന്നില്ല ഈ നിയോജകമണ്ഡലത്തിൽ. ഇപ്പോൾ പൊയ്യ പോലുള്ള എനിക്കറിയാം, നേരിട്ടറിയാവുന്നതാണ്. 10 ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം വെള്ളം വന്നു. ഇന്നിപ്പോൾ അതൊക്കെ മാറി അത്യാവശ്യത്തിന് സുലഭമാണെന്ന് പറയുന്നില്ല. ആ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുത്തു. ജലനിധി പദ്ധതി വർത്തമാന കാലഘട്ടത്തിലെ അനുസൃതമായിട്ടുള്ള സ്കീമുകളാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. പണ്ടത്തെ സ്കീമുകളല്ല പിന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ വലിയ ഒരു ഭാരം ജനങ്ങളിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ചെറിയ ചെറിയ ഫീസൊക്കെ കൊടുത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ മുമ്പിലുള്ള. അതല്ല ജനങ്ങളുടെ അധിക ഭാരം. എന്തായാലും ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയ്ക്ക് വി അബ്ദുൽ കരീമിന് അതിൽ നിന്ന് അദ്ദേഹത്തെ ന്യായീകരിച്ചേ മതിയാവും. ആ രാഷ്ട്രീയം എനിക്ക് മനസ്സിലാവും. പക്ഷേ എനിക്ക് ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനേ സാധിക്കൂ. എൻ്റെ മറ്റൊരു ചോദ്യം ഇത്രയാണ്. എന്തായാലും TN പ്രതാപൻ്റെ ആ വികസന നയങ്ങൾക്ക് വോട്ടുണ്ടാകുമെന്നാണ് വി അബ്ദുൽ കരീം പറഞ്ഞു വെച്ചത്. ആ വോട്ടുണ്ടാകുമ്പോൾ ആ വോട്ടിൽ വൻ ഭൂരിപക്ഷത്തോടെ തന്നെയായിരിക്കുമോ KP ധനപാലൻ്റെ വിജയം? നമ്മൾ ഇനിയും കാണും. ഓർമ്മ വെച്ചിട്ട് സംസാരിക്കണം. വൻ ഭൂരിപക്ഷം എന്നുള്ള അത് ഞാൻ അത്ര വലിയ ഭൂരിപക്ഷമൊന്നും അവകാശപ്പെടുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ പ്രതാപൻ്റെ വികസനവും അതിന് മുമ്പുള്ള MLA ഈ നിയോജകമണ്ഡലത്തിൽ നടപ്പാക്കിയ വികസനം നമ്മുടെ മുമ്പിലില്ലേ? എന്ത് വികസനവും അദ്ദേഹം നടപ്പിലാക്കിയത്? 5 കൊല്ലം മുമ്പ് ഇവിടെ CPIയുടെ ചന്ദ്രൻ MLA ആയിരുന്നു. ഒരു വികസനം ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. കുടിവെള്ളം പ്രശ്നമൊക്കെ അതിരൂക്ഷമാക്കിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാക്കി പോയത്. TN പ്രതാപൻ അങ്ങനെയല്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ്. പ്രത്യേകിച്ച് UDF ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കോടിക്കണക്കിന് ഇവിടെ വികസനം ഈ നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. മുസരിസ് പദ്ധതി അറിയാമല്ലോ, രാഷ്ട്രപതി വന്നാണ് ഇവിടെ നമ്മുടെ രാഷ്ട്രത്തിന് സമ്മാനിച്ചത്. അതൊന്നും ഒരു ചെറിയ കാര്യമല്ല. അതൊക്കെ വോട്ടായിട്ട് മാറും. പ്രതാപൻ ജയിച്ചതുപോലെ അല്ലെങ്കിലും ചെറിയ ഭൂരിപക്ഷം വോട്ടൊക്കെ കുറഞ്ഞാലും ധനപാലൻ്റെ വിജയത്തിനെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. ധനപാലനൊപ്പം മത്സരിക്കാവുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തന്നെ അവരെ പരിശോധിച്ചാൽ തന്നെ ഇത് വ്യക്തമാവും. ഏറ്റവും യോഗ്യനായ സ്ഥാനാർത്ഥി ശ്രീമാൻ KP ധനപാലനാണെന്നുള്ള കാര്യം ഇടതുപക്ഷം തന്നെ ഇവിടെ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തന്നെ പല CPI നേതാക്കളുമായിട്ട് പിന്നെ സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ അവരൊക്കെ ഇത് ഞങ്ങളോട് നേരിട്ട് പ്രകടിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. എങ്ങനെയായിരിക്കും ഒരു UDF ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ്റെ ഒരു വിലയിരുത്തൽ? ഏതൊക്കെ പഞ്ചായത്തിൽ എങ്ങനെയൊക്കെ ലീഡ് കിട്ടുമെന്നാണ് നിങ്ങളുടെ ഒരു പ്രാഥമികമായ ഒരു വിലയിരുത്തൽ? വരാനിരിക്കുന്നതേ ഉള്ളൂ. പ്രാഥമികമായ വിലയിരുത്തൽ എങ്ങനെയാണ്? ഈ പ്രാഥമികമായി തന്നെ പന്നമരട, കോടൂർ, പൊയ്യ, മാള പഞ്ചായത്തുകൾ, പുത്തഞ്ചിറ പോലും നമ്മൾ മേൽക്കൈ നേടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ KP ധനപാലൻ്റെ വിജയം സുനിശ്ചിതമാണ്. ഒരു സംശയം അക്കാര്യത്തിലില്ല. അദ്ദേഹം വരാൻ പോകുന്ന കൊടുങ്ങല്ലൂരിൻ്റെ പിന്നെ MLA ആയി മാറുമെന്നുള്ള യാതൊരു സംശയവുമില്ല. എന്തായാലും ഇത്തവണ സ്ത്രീകൾ മദ്യനിരോധനത്തിന് അനുകൂലമായിട്ടൊരു നിലപാട് സ്വീകരിക്കുന്ന കരുതുന്നുണ്ടോ? തീർച്ചയായും. ഇപ്പോൾ തന്നെ ജനങ്ങൾ തന്ന അഭിപ്രായം അതല്ലേ. നമ്മുടെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ തന്നെ ആളുകൾ വിളിച്ചു പോകുന്നത് അതല്ലേ. സ്ത്രീകൾ പ്രത്യേകിച്ചും ചാലക്കുടിയിലും മിനിഞ്ഞാന്ന് ഉമ്മൻചാണ്ടി വന്നു.
മദ്യനയത്തെപ്പറ്റി എന്തോ ആ സ്ത്രീകളാണ് അവിടെ വന്ന് സപ്പോർട്ട് ചെയ്തത്. അവരെ ഭർത്താക്കന്മാർ, കുടുംബത്തിൽ സമാധാനം ഇതെല്ലാം ഉണ്ടാകുന്നു. ഏറ്റവും നല്ല ഒരു വിപ്ലവകരമായ തീരുമാനമാണ് മുഖ്യമന്ത്രി എടുത്തത്. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പിന്നെ മുദ്രാവാക്യം മദ്യനിരോധം. ഇനി മഹാത്മാഗാന്ധി ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ്. ആ പദ്ധതി വയ്യാണെങ്കിൽ നടപ്പിലാക്കാൻ സാധിച്ചതിനെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചുകൊണ്ട് എത്രയോ സ്ത്രീകളാണ് ഞങ്ങളുടെ മുമ്പിൽ ഈ ചാലക്കുടിയിൽ പോലും മിനിഞ്ഞാന്ന് ശ്രീമാൻ ടി യു രാധാകൃഷ്ണൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സ്ത്രീകൾ ആവശ്യപ്പെട്ടത് ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞതാണ്. തീർച്ചയായും അതൊക്കെ വോട്ടായി മാറുമെന്നുള്ള കാര്യത്തിൽ അതൊരു സംശയവുമില്ല. ഈ ടി യു രാധാകൃഷ്ണൻ്റെ കാര്യം പറഞ്ഞു. ചാലക്കുടിയിൽ നിങ്ങളുടെ നേതാവിൻ്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ? ചാലക്കുടിയിൽ ഇതവണ മൃഗീയ ഭൂരിപക്ഷത്തിൽ ശ്രീമാൻ ടി യു രാധാകൃഷ്ണൻ വിജയിക്കും. കാരണം ചാലക്കുടിയിൽ ഞങ്ങൾ 2-3 പ്രാവശ്യം അവിടെ സ്ഥാനാർത്ഥിയുടെ കൂടെ സഞ്ചരിച്ചപ്പോൾ അവിടെ ഒരു MLA ഇല്ല എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്ന പരാതി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അതായത് ചാലക്കുടിക്ക് അനുയോജ്യമായ ഒരു വികസന പ്ലാൻ തയ്യാറാക്കാൻ വളരെ അനന്തമായ സാധ്യതകളുള്ള ഒരു നിയോജകമണ്ഡലമാണ് ചാലക്കുടി. അനന്തമായ സാധ്യതകളുള്ള ഒരു നിയോജകമണ്ഡലത്തിനാണ് അനുയോജ്യമായ നിലയിൽ ഒരു വികസന പദ്ധതി അവിടെ ആവിഷ്കരിക്കാൻ ഇതുവരെ അവിടുത്തെ സിറ്റിംഗ് MLAക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രബലരായ നേതാക്കൾ തന്നെ CPMൽ നിന്ന് അടുത്ത കാലത്ത് രാജിവെച്ച പല നേതാക്കളും തന്നെ അഭിപ്രായം പറയുകയുണ്ടായി. ടൂറിസം രംഗത്ത്, സ്പോർട്സ് രംഗത്ത് ഒരു വലിയ ഗ്രൗണ്ട് ചാലക്കുടിയിലുണ്ടായത് 2ആയി നാഷണൽ ഹൈവേ വികസിച്ചപ്പോൾ 2ആയി മാറി. അതിനുശേഷം ചാത്തുനിയെ പോലുള്ള പ്രബലമായ ഫുട്ബോൾ പ്രേമികളുള്ള ചാലക്കുടിയിൽ ഒരു ഗ്രൗണ്ട് വരെ ഉണ്ടാക്കാൻ ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ സിറ്റിംഗ് MLAക്ക് അവിടെ സാധിച്ചിട്ടില്ല എന്നുള്ളത് പരക്കെ ഉള്ള അഭിപ്രായമാണ്. അതിനൊക്കെ പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന ഒരു ഏറ്റവും ശക്തനായ ഒരു MLA ചാലക്കുടിയിൽ വേണമെന്നുള്ള ശക്തമായ ഒരു നിലപാട് അവിടെ ചാലക്കുടിയിൽ തിരിഞ്ഞു വരുന്നുണ്ട്. ഈ വികസനം അവിടെ നിൽക്കട്ടെ, ഞാൻ വീണ്ടും ആ പഴയ സമുദായ ജാതി വോട്ടുകൾ എങ്ങനെ കേന്ദ്രീകരിക്കപ്പെടും? അത് ചാലക്കുടി മാത്രമല്ല, കേരളത്തിൽ പൊതുവെ ജാതി വോട്ടുകൾ, മത വോട്ടുകൾ ഇതൊരു വലിയ ചർച്ചയാണ് സാർ തവണ. അതെങ്ങനെ കേന്ദ്രീകരിക്കുക? അത് UDFന് അനുകൂലമാകുന്നത് നിങ്ങൾ എന്ത് രീതിയിലാണ് വിലയിരുത്തുന്നത്? ഇന്ത്യയുടെ ഇന്നത്തെ സ്ഥിതി അറിയാലോ. ഇന്ത്യയിലിപ്പോൾ മോഡിയാണ് പ്രധാനമന്ത്രി. ഫാസിസ്റ്റ് ശക്തികൾ, കാരണം ഇന്ത്യയിലെ ജനങ്ങൾ ഫാസിസ്റ്റ് ശക്തികൾ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ കോൺഗ്രസ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. ഇന്ത്യയിലെ പിന്നെ ഏത് ആളുകൾ എന്തെല്ലാം വസ്ത്രം ധരിക്കണം, എന്തെല്ലാം ഭക്ഷണം കഴിക്കണം, എങ്ങനെ സഞ്ചരിക്കണം എന്ന് വരെ തീരുമാനിക്കപ്പെടുന്ന ഒരു ഭരണകൂടമാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. ഇതിൻ്റെ തിക്തഫലം അനുഭവിച്ചറിഞ്ഞ ജനങ്ങളുടെ വിധി വന്നല്ലോ. ബീഹാറിൽ മഹാസഖ്യം, സോണിയാഗാന്ധിയുടെ അനുഗ്രഹാശിസുകൂടെ ഒരു മഹാസഖ്യം വന്നു. ആ മഹാസഖ്യം അവിടെ മൃഗീയ ഭൂരിപക്ഷ അധികാരത്തിൽ വന്നു. നികേഷ് കുമാർ മുഖ്യമന്ത്രിയായി. അപ്പോൾ അതിലൊക്കെ നമ്മുടെ പാർട്ടി സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായിട്ടല്ലേ മാർക്സിസ്റ്റ് പാർട്ടി നിലപാട് സ്വീകരിച്ചത്? BJPക്ക് അനുകൂലമായിട്ടാണ്. ആ സഖ്യത്തിൽ നിന്ന് CPM അകന്നു നിൽക്കുകയായിരുന്നു. അതുപോലെ ഈയിടെ പാർലമെൻറ്റിൽ നമ്മുടെ ധനകാര്യമന്ത്രി ജെറ്റ്ലിക്കെതിരെ വന്ന ധനകാര്യ ആരോപണം വന്നിട്ട് പോലും CPM കോൺഗ്രസിനോടൊപ്പം നിന്നില്ല. BJPക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ ഈ രാജ്യത്ത് വളർന്നു വരുന്ന ഫാഷിസ്റ്റ് ശക്തികൾക്കെതിരായി വമ്പിച്ച ഒരു മതേതര ശക്തികൾ കൂട്ടായ്മ ഉണ്ടാകണമെന്നുള്ളതാണ്. അത് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള വിധി ഉണ്ടാകാൻ പോകുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി ഒരു മതേതര ജനാധിപത്യ ശക്തികൾ ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെതിരായി, കേന്ദ്ര ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നു. കോൺഗ്രസ് വീണ്ടും ഇന്ത്യയിൽ അധികാരത്തിൽ തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് കേരളത്തിൽ നടക്കാൻ പോകുന്ന ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ്. ഒരു സംശയക്കാര്യത്തിലില്ല. ബംഗാളിൽ എന്തായാലും CPMും കോൺഗ്രസും ഒരുമിച്ച് തന്നെയാണ് ഇലക്ഷൻ നേരിടുന്നത്. ബംഗാളിലെ സംസ്ഥാന സെക്രട്ടറി കൈപ്പത്തി അടയാളത്തിൽ വോട്ടും ചെയ്തു. കേരളത്തിൽ അത് ഒരു സാധ്യതയാണോ? കേരളത്തിൽ അങ്ങനെ ഒരു കോൺഗ്രസ് CPIM അലയൻസ് രൂപപ്പെടാനുള്ള സാധ്യത ഈ അടുത്ത കാലത്തുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കേരളത്തിൽ CPM സഹായിച്ചില്ലെങ്കിൽ CPM കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു നയം തന്നെ അവരെ പരാജയം വിളിച്ചറിയിക്കുന്നുണ്ട്. കാരണം അവരിപ്പോൾ എന്താ 5 കൊല്ലം പ്രതിപക്ഷം നില ചെയ്തെന്താ? 33 കേസിൽ പ്രതിയായ സരിത വിളിച്ചു കൂവുന്നത് അത് ഏറ്റുപറയല്ലേ CPM കേരളത്തിൽ? അതുപോലെ ഇവിടുത്തെ 730 ബാറുകൾ അടച്ചു പൂട്ടിയപ്പോൾ ഇവിടുത്തെ മദ്യരാജാക്കന്മാർക്കുണ്ടായ നഷ്ടം, സാമ്പത്തിക നഷ്ടം, ആ നഷ്ടം സംഭവിച്ചവർ വിളിച്ചു പറയുന്ന ആരോപണങ്ങൾ അതേപടി അവർ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ടാണ് CPM കേരളത്തിൽ ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. 5 വർഷക്കാലം കേരളത്തിൽ ശക്തിപരമായ പ്രതിപക്ഷം എന്ന നിലയിൽ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനവും നടപടികളോ മുദ്രാവാക്യങ്ങളോ അവർക്കില്ല. 5 വർഷക്കാലം ഈ പറയുന്ന ശക്തികൾ പറയുന്നത് ഏറ്റുപറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ തക്കതായ തിരിച്ചടി ഉണ്ടാകും. ഉമ്മൻചാണ്ടി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ മേഖലയിലും കോടിക്കണക്കിന് രൂപയുടെ വികസനം മാത്രമല്ല, ഈ രാജ്യത്തെ പട്ടിണി പാവങ്ങളുടെ ക്ഷേമ പദ്ധതികൾ, കാരുണ്യ പദ്ധതി 1200 കോടി രൂപയാണ്. 2 ലക്ഷം രൂപ വരെ മാരകമായ രോഗങ്ങൾ വന്നവർക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി. 2 ലക്ഷം രൂപ വരെ മാരകമായ രോഗം വന്നവർക്ക് ചികിത്സാ സഹായത്തിൽ നൽകിക്കൊണ്ട് ഏതാണ്ട് 1200 കോടി രൂപ കാരുണ്യ പദ്ധതിയിലൂടെ
സഹായിച്ചുകൊണ്ടിരിക്കുന്നു ലക്ഷക്കണക്കിന് പേർക്ക്. അതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്ന് ക്ഷേമ പെൻഷനുകൾ 60 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും ഇവിടെ പെൻഷൻ കിട്ടാത്ത ആരെങ്കിലും നമ്മുടെ രാജ്യത്തുണ്ടോ? ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു ഗവൺമെൻറ് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇതൊക്കെ വോട്ടായി മാറും. LDF ഒരിക്കൽ കൂടി ഇവിടെ പിന്തള്ളപ്പെടുമെന്നും ഒന്നുള്ള കാര്യത്തിൽ UDF സർക്കാരിൻ്റെ വികസനവും അതുപോലെ ക്ഷേമ പരിപാടികളും അതൊക്കെ ചർച്ച ചെയ്യപ്പെടും, അതേതാണ്ട് ഉറപ്പാണ്. പക്ഷേ എൻ്റെ ചോദ്യം അതിനേക്കാളേറെ UDF സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ അഴിമതി ആരോപണങ്ങളാണ്. ഈ അഴിമതി ആരോപണങ്ങളാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത് എന്ന് പറഞ്ഞാൽ അതിന് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന അഭിപ്രായ സർവേ അതെല്ലാം UDFനെതിരാണ്. അഴിമതി ഒരു കാരണവശാലും ജനങ്ങൾ അംഗീകരിക്കില്ല. രൂക്ഷമായ ഒരു തീരുമാനം അഴിമതിക്കെതിരായ ജനങ്ങൾ എടുക്കുമെന്നുള്ള സംശയമില്ല. പക്ഷേ ഇവിടെ അതൊന്നും അല്ലല്ലോ, വെറും ആരോപണങ്ങൾ മാത്രമല്ലേ. എവിടെ ഏത് മന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണം? FIR ഇട്ട ആരോപണം കൈമാണിക്ക് എതിരായി മാത്രമേ ഉള്ളൂ. വേറൊരു മന്ത്രിക്കെതിരായിട്ട് ഒരു ആരോപണം ഇവിടെ വന്നിട്ടില്ല, കേസില്ല, FIR ഇട്ടിട്ടില്ല. വെറും പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പത്രങ്ങളിലൂടെ വിളിച്ചു പറയുന്നതല്ലാതെ സീരിയസ് ആയിട്ട് ഒരു ആരോപണം ഇവിടെ വന്നിട്ടില്ല, വരുന്നുമില്ല. ഇതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി CPM ഇടതുപക്ഷവും നടത്തുന്ന വളരെ ബോധപൂർവമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ എന്നല്ലാതെ സത്യമായതിന് ഒരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, കേസില്ല, FIR ഇല്ല. പിന്നെ ഇത് വെറുതെ പത്രത്തിൽ വിളിച്ചു പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 33 കേസുള്ള സരിത വിളിച്ചു പോകുന്നത് അല്ലേ ഇവർ ഏറ്റു പറയണത്? അല്ലെങ്കിൽ ബിജു രമേശൻ പറയുന്നതല്ലേ ഇവർ ഏറ്റു പറയുന്നത്? കൊലക്കേസ് പ്രതിയാണ് സരിത, ബിജു രാധാകൃഷ്ണൻ്റെ കൂട്ടുപ്രതിയാണ്. ഇവർ പറയുന്നത് ജനങ്ങൾ ഏറ്റു പറഞ്ഞതൊക്കെ ആരോപണമാണെന്ന് വിശ്വസിക്കാൻ മാത്രം മോശക്കാരാണോ കേരളത്തിലെ ജനത? ഈ സരിതയെ സഹായിച്ചു എന്ന് പറയുന്നതും ചില കോൺഗ്രസ് നേതാക്കളാണ് സാർ. സരിതയെ CPM ഇടതുപക്ഷം ഭരിക്കുമ്പോൾ തുടങ്ങി സരിത ഈ തട്ടിപ്പൊക്കെ നടത്തുന്നുണ്ട്. ഇവിടെ ഒരു വ്യത്യാസം, ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ സരിതയ്ക്കെതിരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. സരിതയ്ക്കെതിരെ നടപടി സ്വീകരിച്ചത് UDF-ആണ്. ഈ കേസുകൾ രജിസ്റ്റർ ചെയ്ത് തട്ടിപ്പ് കേസ് ഉണ്ടാക്കിയതും അതിൽ പ്രതിയാക്കിയതും അവരെ അറസ്റ്റ് ചെയ്തതും ഒക്കെ UDF ഗവൺമെൻറ്റാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടൊരു സ്ത്രീ, നിങ്ങളീ പറയുന്ന തട്ടിപ്പുകാരിയായ ഒരു സ്ത്രീ വിളിച്ചു പറയുന്നത് കേട്ട് ഇത്രയധികം വിരളി പിടിക്കാൻ, ഇത്രയധികം ചർച്ച ചെയ്യാൻ UDF സർക്കാർ എന്തിനെത്ര ഭയക്കുന്നത്? UDF സർക്കാർ ഭയപ്പെടുന്നില്ല. ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് ജനങ്ങൾ ഓരോരുത്തരുടെയും പേരുകൾ വിളിച്ചു പറയുകയാണ്. വിളിച്ചു പറഞ്ഞിട്ട് അതൊരു പ്രതിഫലമല്ലോ. ഇവിടെ പിന്നെ കോടതി തന്നെ എന്താ പറഞ്ഞത്? ഹൈക്കോടതി കമാൽ പാഷ ജസ്റ്റിസ് എന്താ പറഞ്ഞത്? ഇവർ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇവരത്ര സദാചാരിയല്ല. അവർ പറയുന്നത് വിശ്വാസത്തിൽ എടുക്കാൻ കഴിയില്ല എന്നൊക്കെയല്ല ഹൈക്കോടതി ജഡ്ജി വരെ പറഞ്ഞത്. ഇതാണ് സത്യം. ഇത് ഇങ്ങനെ ഇരിക്കെ, സത്യമെന്നിരിക്കെ ഇതിനെ ഏറ്റുപിടിക്കേണ്ടത് ആരാ? CPM ഇടതുപക്ഷോ? അവർക്ക് ജനങ്ങളെ കബളിപ്പിക്കുക, ഉമ്മൻചാണ്ടിയുടെ ഇമേജ് തകർക്കുക, UDF-നെ താഴ്ത്തി കിട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രമേ അവർക്കുള്ളത്. അതൊന്നും ജനം വിശ്വസിക്കാൻ പോകുന്നില്ല. എന്തായാലും ഇപ്പോൾ DCC ജനറൽ സെക്രട്ടറിയാണ്. പാർട്ടിയിലെ പുതിയ ചുമതലകളെ എങ്ങനെ കാണുന്നു? ചുമതല കോൺഗ്രസിന് ഒരു പുതിയ ജീവൻ വന്നേക്കല്ലേ. ഒരു പുതിയ ഇപ്പോൾ DCC-യിലൊക്കെ ചെന്ന ഒരുപാട് ഭാരവാഹികൾ, അത് കോൺഗ്രസിനെ ശക്തിപ്പെടല്ലേ. അത് എങ്ങനെയാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്? ബൂത്ത് കമ്മിറ്റിയിൽ ഇത്ര പേര് വേണമെന്നാണോ? എന്തായാലും ബൂത്ത് കൺവെൻഷൻ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ടാവുമല്ലോ അല്ലേ? കൺവെൻഷൻ ഇന്നത്തോട് പൂർത്തിയാവും എല്ലാ ബൂത്തുകളിലും. ഇന്നാണ് ഒരു കട്ട് ഓഫ് ഡേറ്റ്. എന്തായാലും താഴേക്കിടയിൽ എത്ര ഘട്ടമായിട്ടായിരിക്കും പ്രചരണം? സ്ക്വാഡ് പ്രവർത്തനം ഞാൻ പറഞ്ഞല്ലോ, 4 സ്ക്വാഡ് ഉണ്ടാവും. പിന്നെ 2-ാം തീയതി തുടങ്ങി മറ്റേ സ്ഥാനാർത്ഥിയുടെ പര്യടനം അന്നമലയിൽ തുടങ്ങും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ പര്യടനം. പിന്നെ വലിയ വലിയ നേതാക്കൾ പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളൊക്കെ ആന്റണി, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി തുടങ്ങിയിട്ടുള്ള ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും പങ്കെടുക്കുന്ന പ്രചരണം. ഇതൊക്കെ കഴിയുമ്പോൾ ഈ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചൊരു വളരെ വ്യക്തമായിട്ടുള്ള ആധിപത്യം UDF-നുണ്ടാവും എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാവും. ഈ വ്യക്തമായ ആധിപത്യം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷമുള്ള ആധിപത്യമാണ്. ഉദാഹരണം സാർ, ഇപ്പോഴും ചില ബൂത്തുകളിൽ, ചില മണ്ഡലങ്ങളിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സാർ എന്തൊക്കെ പറഞ്ഞാലും അതൊരു വലിയ പ്രശ്നമാണ്. സമാന്തര ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ വരെ നടക്കുന്നുണ്ട്. ഇതൊന്നും നിങ്ങളെപ്പോലുള്ളവർ കണ്ടില്ല എന്ന് അടിക്കുന്നത്. ഒരു UDF ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനായ താങ്കൾക്കൊക്കെ അത് നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഞങ്ങൾക്കും ഇതൊക്കെ അറിയാം. കോൺഗ്രസ് UDF ജനാധിപത്യ സംഘടനയാണെന്നതിൽ വളരെയധികം അഭിപ്രായമുള്ളവരുണ്ട്. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയും അവസാനമായി തെരഞ്ഞെടുപ്പിൽ അത് ഒരു യുദ്ധമെന്ന നിലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി അവരെല്ലാവരും ഒന്നിക്കും. കാര്യം അടുത്ത് വരുമ്പോൾ കൊല്ലനും കൊല്ലത്തി ഒന്നാവും എന്ന് പറയുന്നത് പോലെ വോട്ടിൻ്റെ സമയമാകുമ്പോൾ ഇതൊക്കെ തീർന്ന് വോട്ടാക്കി മാറ്റും. ഒരു സംശയമില്ല ആ കാര്യത്തിൽ. നിങ്ങളിപ്പോൾ പരസ്പരം പോരടിക്കുമ്പോൾ ഈ കൊല്ലനും കൊല്ലത്തിയും ഒന്നാകുന്നത് പോലെ ഇതിൽ അണികൾ
അണികളുടെ പ്രവർത്തകരുടെ സാധാരണ പ്രവർത്തകരുടെ അവരുടെയൊക്കെ ഒരു വികാരം നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ആ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ ജനമധ്യത്തിൽ പാർട്ടിയുടെ തലങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് തന്നെ ഇത് പരിഹരിച്ചുകൊണ്ടിരിക്കണേ. അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർ പറയുന്ന ഇതിൽ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങളത് അംഗീകരിച്ചുകൊണ്ട് എല്ലാ ബൂത്തുകളിലും അതിനനുസരിച്ച നടപടികൾ ചെയ്തുകൊണ്ട് ഒരു കൂട്ടായ്മയും ഐക്യം ഈ ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാവും. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ മെറ്റീരിയൽ അതെങ്ങനെയാണ്? ഓരോ UDF സർക്കാരിൻ്റെ നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും ബുക്ക്ലെറ്റുകളൊക്കെ വീടുകളിൽ എത്തിക്കുന്നുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ പുതിയ സിസ്റ്റം എങ്ങനെയാണ്? അതിൻ്റെ മെറ്റീരിയൽ ആദ്യം നമ്മൾ ഈ വിഷുവായിട്ട് നമ്മൾ സ്ഥാനാർത്ഥിയുടെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് കൊടുത്തു പോകണം. വിഷു ആശംസകൾ നടന്നുകൊണ്ട് അത് കൊടുത്തു. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ 27-ാം തീയതി കൊടുക്കുന്നത് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയാണ്. ഏപ്രിൽ 2-ാം തീയതി തുടങ്ങണ പറ്റിയ അടുത്ത ഘട്ടത്തിൽ നമ്മുടെ UDFൻ്റെ പ്രകടന പത്രികയും UDFൻ്റെ അഭ്യർത്ഥനയും കൊടുക്കും. പിന്നീട് മോഡൽ ബാലറ്റ് കൊടുക്കും, മെഷീനിൽ വോട്ട് ചെയ്യുന്നത് പഠിപ്പിച്ചു കൊടുക്കും, സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ കൊടുക്കും. അങ്ങനെ പുതിയ തന്ത്രങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഈ തവണ വളരെ മികവറ്റ നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് അതിനുള്ള ഒരു മെഷീനറി ഇവിടെയുണ്ട്. പഴയ ബ്ലോക്ക് പ്രസിഡന്റിൻ്റെ കസേരയാണോ അതോ പുതിയ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ്റെ കസേരയാണോ ഏറ്റവും നല്ലത്? ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡൻറ്റും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനും DCC സെക്രട്ടറിയും ഇതൊക്കെ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ചുമതലകൾ നിർവഹിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു പ്രേരണ, അത് വിജയം കണ്ടെത്തുക എന്നുള്ളതാണ്. ആ കാര്യത്തിലൊക്കെ വിജയിക്കും എന്ന് തന്നെയാണ് പ്രത്യാശിക്കുന്നത്. എന്തായാലും നാട്ടുവഴിയിൽ അല്പനേരം ഞങ്ങളോടൊപ്പം പങ്കെടുക്കാനും കോൺഗ്രസ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്, DCC ജനറൽ സെക്രട്ടറിയാണ് ശ്രീ B. അബ്ദുൽ കരീം. ഞങ്ങളോടൊപ്പം കുറച്ച് നേരം വരാനും ഒരു വലിയ തിരക്ക് KP ധനപാലൻ്റെ നാമനിർദ്ദേശ പത്രിക കൊടുത്ത ശേഷമാണ് നമ്മളോടൊപ്പം അദ്ദേഹം അല്പനേരം ചെലവഴിച്ചത്. വളരെയധികം നന്ദി ശ്രീ B. അബ്ദുൽ കരീം. എന്നും മാള കേബിൾ വിഷനോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. എല്ലാ ഭാവങ്ങളും നേരുന്നു. UDFൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ താങ്കളുടെ സ്ഥാനാർത്ഥിക്ക് എല്ലാ വിജയവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നമസ്കാരം. മാള വിഷനോട് പ്രത്യേകം നന്ദിയുണ്ട്. ഞങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ്. ഓക്കെ, ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. എന്തായാലും നാട്ടുവഴി പുതിയൊരു അധ്യായത്തിലേക്ക്, പുതിയൊരു വഴിത്താരയിലേക്ക് നാട്ടുവഴി കടക്കുകയാണ്. നാട്ടുവഴിയിൽ ഇനി ഈ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചിന്ത എന്നുള്ളതാണ് ഇനി ഇവിടെ വരാൻ പോകുന്ന അടുത്ത വിഷയം. തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ഈ ഓഫീസിൻ്റെ മുന്നിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം അകത്ത് ഒരുപാട് കോൺഗ്രസ് നേതാക്കളുണ്ട്. B. അബ്ദുൽ കരീം ഒരു മുതിർന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക് മാത്രമാണ് അദ്ദേഹത്തെ നാട്ടുവഴി ഇപ്പോൾ പ്രഖ്യാപിച്ചത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് അതിൻ്റെ യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് അതിൻ്റെ മെറ്റീരിയലുകൾ, അതിൻ്റെ പ്രചരണ പരിപാടികൾ എല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും കോൺഗ്രസിൻ്റെ ഈ പാർട്ടി പുതിയ വഴിത്താരയിലേക്ക് കടക്കുമ്പോൾ നാട്ടുവഴി ഈ കോൺഗ്രസ് ഓഫീസിൽ നിന്നും മറ്റ് ജനാധിപത്യ ശക്തികളുടെ മേഖലകളിലേക്ക്, സാധാരണ ജനങ്ങളുടെ ഭാഗത്തേക്ക് പോവുകയാണ്. ഇനിയും നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ജനാധിപത്യ വിശ്വാസികളുണ്ട്, നിഷ്പക്ഷരായ വോട്ടുമാരുണ്ട്. ഒന്നും ലഭിക്കാത്ത, സർക്കാർ കൊട്ടിഘോഷിക്കുന്ന ഒരുപാട് വികസന നയങ്ങൾ സർക്കാർ നൽകിയെന്ന് പറയുമ്പോൾ പോലും ഒന്നും ലഭിക്കാത്ത ഒരുപാട് ജനങ്ങളുണ്ട്. അവർക്കിടയിലേക്കാണ് നാട്ടുവഴി സഞ്ചരിക്കുന്നത്. നാട്ടുവഴിയുടെ ഒരു പുതിയ ലക്കത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.